കിളികളുടെ പാട്ടും അതേപോലെ കാറ്റിൻ്റെ എറുമ്പലും മാത്രമേ ഉള്ളൂ ഇവിടെ. ഒരു അടിപൊളി ഫോറസ്റ്റാണ് കേട്ടോ ഇത്. സൈഡിലായിട്ടൊരു അടിപൊളി ലേക്ക് ഉണ്ട്. ഈ ലേക്കിൽ ബോട്ടിംഗ് ഉണ്ട്, അതേപോലെ കയാക്കിംഗ് ഉണ്ട്. ഇങ്ങനെ നൈസ് ഒരുപാട് ടൂറിസം ഫെസിലിറ്റീസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമുക്ക് കിളീൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാനില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ലേ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്? ഇത് നമ്മുടെ വയനാടിൻ്റെ സ്വന്തം പൂക്കോട് ലേക്കും അതിന് ചുറ്റുമുള്ള വനം പ്രദേശവുമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കാതെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ സ്പോട്ടാണിത്. വയലറ്റ് പൂക്കൾ നിറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള തടാകം, അതിന് ചുറ്റും കാടും. ഈ ഭൂമിയാണ് സ്വർഗം എന്നൊക്കെ തോന്നില്ലേ, അതുപോലൊരു സ്ഥലമാണിത്. ഇവിടെ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ചൊരു ഏരിയ. കാരണം ഇവിടെ മെയിൻ വനത്തിലേക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വനത്തിന് നടുവിലൂടെ നടപ്പാതെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തടാകത്തിൻ്റെയും വനത്തിൻ്റെയും ഭംഗി നടന്ന് തന്നെ ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു ഫോറസ്റ്റും ഈ ലേക്കും മിസ് ചെയ്യാതിരിക്കുക. ഞാനിതിൻ്റെ പ്രോപ്പർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.